നമസ്കാരം, ഞാൻ ഡോക്ടർ അനീഷ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജൂനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മുടി കൊഴിച്ചിലിനെ കുറിച്ചും താരനെ കുറിച്ചും. ഒരു മനുഷ്യന്റെ തലയിൽ ശരാശരി 1,00,000 മുടിയിഴകൾ ഉണ്ടാകും. അതിൽ നിന്നും ഏകദേശം ഒരു 50 മുതൽ 100 വരെ മുടി ഒരു ദിവസം നോർമലായിട്ട് തന്നെ കൊഴിഞ്ഞു പോകാം. മുടി നീളം വെക്കുന്നത് ഏകദേശം ഒരു ദിവസം 0.3 മില്ലിമീറ്റർ എന്നുള്ള അളവിലാണ്. നമ്മൾ എന്തൊക്കെ മരുന്ന് ചെയ്താലും എന്തൊക്കെ എണ്ണ പരട്ടിയാലും ഈ ലെങ്ത്തിനേക്കാളും കൂടുതൽ, ഈ സ്പീഡിനേക്കാളും കൂടുതൽ മുടി നീളം വെക്കില്ല. മാക്സിമം എത്ര വരെ മുടി നീളം വെക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജനിതകമായ ഘടകങ്ങളാണ്. പാരമ്പര്യമായി നിങ്ങൾക്ക് അതിനുള്ള ഒരു ടെൻഡൻസി കിട്ടിയിട്ടുണ്ടാവും. അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലോ കുറേ നീളം വെക്കുന്ന മുടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയും നീളം വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ പാരമ്പര്യമായി കുടുംബത്തിൽ അധികം മുടി ഇല്ലെങ്കിൽ നിങ്ങളുടെ മുടിയും നീളം വെക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നോർമലായിട്ട് 50 മുതൽ 100 വരെ മുടി ഒരു ദിവസം കൊഴിഞ്ഞു പോവാം. അത് കംപ്ലീറ്റ് നമ്മൾ കാണണമെന്നില്ല. കുറെ നമുക്ക് കാണാൻ കഴിയും, കുറെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ തലയിൽ നിന്ന് പോകുന്ന മുടി നോർമൽ ആയിട്ടാണോ കൊഴിയുന്നത് അതോ അബ്നോർമൽ ആയിട്ടാണോ കൊഴിയുന്നത് എങ്ങനെ മനസ്സിലാവും? നീളമുള്ള മുടിയുള്ള ആളുകളാണെങ്കിൽ, സ്ത്രീകൾക്ക് എസ്പെഷ്യലി കുളിക്കുന്ന സമയത്തോ മുടി ചീകുന്ന സമയത്തോ കയ്യിൽ വരുന്ന മുടിയുടെ അളവ് അനുസരിച്ചിട്ട് ഏകദേശം ഒന്ന് തീരുമാനിക്കാൻ പറ്റും ഇതിൽ നോർമലിനേക്കാളും കൂടുതലായിട്ട് മുടി കൊഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഷോർട്ട് ഹെയർ ഉള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി പുരുഷന്മാർക്ക്, ഈ മുടി കൊഴിച്ചിൽ നോർമലാണോ അല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. സാധാരണത്തിൽ നിന്നും വ്യത്യസ്തമായി, സാധാരണ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതലായി പെട്ടെന്ന് മുടി പോകാൻ തുടങ്ങുകയാണെങ്കിൽ മിക്ക കേസസിലും അത് അബ്നോർമൽ ആയിരിക്കും. അതേപോലെ കിടക്കുന്നിടത്ത്, തലയണയിൽ, തോർത്തില്, ബാത്റൂമിൽ കുളിച്ചു കഴിഞ്ഞാൽ നിലത്ത് നിറയെ മുടിയാണെങ്കിൽ അപ്പോഴും മിക്ക കേസസിലും അത് അബ്നോർമൽ ആയിരിക്കും. കെട്ടിവെക്കുന്ന മുടി, സ്ത്രീകൾക്ക് എസ്പെഷ്യലി മുടി പിന്നിടുകയാണെങ്കിൽ അല്ലെങ്കിൽ പോണിറ്റെയിലായിട്ട് മുടി കെട്ടുവാണെങ്കിൽ ആ കെട്ടുന്നതിന്റെ വണ്ണം അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഈ കേസസിലും അത് അബ്നോർമലാണ്. സാധാരണയായി മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ എന്തൊക്കെ? ഏറ്റവും സാധാരണയായി കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് വരുന്ന മുടി കൊഴിച്ചിൽ. അത് പ്രായമാവുമ്പോഴാണ് സംഭവിക്കുക. പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ പ്രായത്തോട് വരുന്ന മുടി കൊഴിച്ചിൽ ഏകദേശം ഒരു 20-ാം വയസ്സിലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പ്രായമാകുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലുകൾക്ക് തേയ്മാനം വരും, സ്കിന്നിൽ ചുളിവ് വീഴും. അതേപോലെ തന്നെ പ്രായമാകുമ്പോൾ തലയിൽ മുടിയിഴകളുടെ കട്ടിയും ആരോഗ്യവും കുറഞ്ഞു വരും. ഇത് എത്ര ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നു, എത്ര നേരത്തെ സംഭവിക്കണോ, എത്ര പെട്ടെന്ന് സംഭവിക്കുന്നോ എന്നുള്ളതും ജനിതകമായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. കുടുംബത്തിൽ പാരമ്പര്യമായി അച്ഛനോ അമ്മയ്ക്കോ അച്ഛൻ്റെ അമ്മയുടെ കുടുംബത്തിലോ നേരത്തെ കഷണ്ടി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രവണത നിങ്ങൾക്കും ഉണ്ടായേക്കാം. ഈ പാരമ്പര്യമായി വരുന്ന ഈ ടൈപ്പ് മുടി കൊഴിച്ചിലിന് 2 പാറ്റേൺ ഉണ്ട്. സ്ത്രീകളിൽ വേറെ തരത്തിലും പുരുഷന്മാരിൽ വേറെ തരത്തിലും ഉണ്ടാവുക. പുരുഷന്മാരിലാണെങ്കിൽ നെറ്റ് കയറും. കോമൺ ആയിട്ട് 2 സൈഡിലാണ് ആദ്യമായി നെറ്റ് കയറാൻ തുടങ്ങുക. അതിനുശേഷം മൂർധാവിലെ മുടി കട്ടി കുറഞ്ഞു വരും. അവിടെയും കഷണ്ടിയായി അനുഭവപ്പെടും. അത് പ്രോഗ്രസ് ചെയ്ത് അത് കൂടി വരുമ്പോൾ മുകളിൽ നിന്ന് മുടി കയറുന്നു, വട്ടത്തിൽ മുടി കൊഴിയണു, ബാക്കിൽ അത് ചേർന്ന് ഫുൾ കഷണ്ടിയാവും. സ്ത്രീകളിലാവുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. മൊത്തത്തിൽ മുടിയുടെ വണ്ണം കുറഞ്ഞു വരിക ചെയ്യാം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്കാൽപ്പ് കാണാൻ തുടങ്ങും, തലയോട്ടി കാണാൻ തുടങ്ങും, മുടിയഴകളുടെ ഇടയിലൂടെ തലയോട്ടി കാണാൻ തുടങ്ങും. ഈ തരത്തിലാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും മുടി കൊഴിച്ചിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിലിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ആകെ ഓഫർ ചെയ്യാനുള്ളത്, അത് ഏത് സ്റ്റേജിലാണോ നിൽക്കണേ അവിടെ വെച്ച് അതിന്റെ ഫെർദർ പ്രോഗ്രഷൻ, അത് കൂടുതൽ വഷളാവാതിരിക്കാൻ നമുക്ക് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം. ഒരു 5 കൊല്ലം വരെ പഴക്കമുള്ള മുടി കൊഴിച്ചിൽ നമുക്ക് ചികിത്സിച്ച് പുതിയ മുടി വരുത്താനും സാധിക്കും. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അത്രയും കാലം മാത്രമേ അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാണോ നമ്മൾ ട്രീറ്റ്മെന്റ് നിർത്തുന്നത് അതിൽ നിന്ന് ഒരു 6 മാസത്തിന്റെ ഇടയ്ക്ക് പൂർവ്വ സ്റ്റേജിലേക്ക്, മുമ്പ് ഉണ്ടായിരുന്ന അതേ സ്റ്റേജിലേക്ക് കഷണ്ടിയോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലോ തിരിച്ചു വരും. മറ്റെന്തെല്ലാം കാരണങ്ങളുണ്ട് മുടി കൊഴിച്ചിലിന്? വേറെ കോമൺ ആയിട്ട് സാധാരണയായിട്ട് കാണുന്ന കാരണങ്ങൾ, ഒന്ന് ടീലജൻ എഫ്ലൂവിയം എന്ന് പറയും ഇംഗ്ലീഷിൽ. ടീലജൻ എഫ്ലൂവിയം എന്ന പല കാരണങ്ങളുണ്ട്. കടുത്ത പനി, ഡെങ്കിപ്പനി പോലെ അല്ലെങ്കിൽ മീസിൽസ്, ചിക്കൻ പോക്സ് പോലത്തെ കടുത്ത പനി, എന്തെങ്കിലും സർജറികൾ, ഓപ്പറേഷന് ശേഷം, പ്രസവശേഷം ഒരു 3-4 മാസത്തിനിടയ്ക്ക്, കഠിനമായ മാനസിക സമ്മർദ്ദം, എന്തെങ്കിലും വീട്ടിലെ കാരണങ്ങളാലോ ജോലി കാരണങ്ങളാലോ വരുന്ന കഠിനമായ മാനസിക സമ്മർദ്ദം, അയൺ ഡെഫിഷ്യൻസി, അതായത് ശരീരത്തിൽ ഇരുമ്പിന്റെ സത്തിന് കുറവ് വരുന്നത്, മറ്റു പല വിറ്റമിനുകളുടെയും കുറവ് കാരണം കൊണ്ട്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുടി പോവാം.
ഈ തൈറോയിഡ് അസുഖങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ലിവർ കംപ്ലയിൻസ്, ഇതിനെല്ലാം മുടി കൊഴിച്ചിലിന് സാധ്യതയുണ്ട്. ഇതിനെല്ലാം കൃത്യമായ കാരണം നമ്മൾ കണ്ടുപിടിച്ച് അതിനെ അഡ്രസ് ചെയ്തില്ലെങ്കിൽ, ആ കാരണത്തിന് സ്പെസിഫിക് ആയ ട്രീറ്റ്മെന്റും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ പറഞ്ഞ കേസസിലും നമ്മൾ എന്തൊക്കെ എണ്ണ തേച്ചാലും അല്ലെങ്കിൽ തേക്കുന്ന മരുന്നുകൾ മാത്രം അപ്ലൈ ചെയ്താലും എഫക്റ്റ് ഉണ്ടാവില്ല. ഇതിനുവേണ്ടി നമ്മൾ ശരിയായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഏത് തരം മുടി കൊഴിച്ചിലാണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 4 മാസമെങ്കിലും പിടിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട്. ചില ആളുകളിൽ ഈവൻ 1 വർഷം വരെ എടുക്കാം. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നമുക്ക് വിസിബിളി കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു വ്യത്യാസം കിട്ടണമെങ്കിൽ 1 വർഷം വരെ സമയമെടുത്തേക്കാം. അപ്പോൾ ഏതൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞ് ആ ട്രീറ്റ്മെന്റ് നിർത്തുന്നതിൽ അർത്ഥമില്ല. ആ ട്രീറ്റ്മെന്റ് നമ്മൾ മിനിമം ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഈ പറഞ്ഞതെല്ലാം സാധാരണയായി കാണുന്ന മുടി കൊഴിച്ചിൽ. ഇത് കൂടാണ്ട് അസുഖം മറ്റ് ത്വക്ക് രോഗങ്ങളുടെ ഭാഗമായിട്ട്, മറ്റ് ചർമ്മരോഗങ്ങളുടെ ഭാഗമായിട്ട് SLE അല്ലെങ്കിൽ ഡെർമറ്റോമയോസൈറ്റിസ് അല്ലെങ്കിൽ ലൈക്കൻ പ്ലാനസ്, സോറിയാസിസ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം ഈ മുടി കൊഴിഞ്ഞു പോകുന്നതിന് പുറമെ മറ്റു പല സൈൻസ് ആൻഡ് സിംറ്റംസ്, സ്കിന്നിൽ കാണാവുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് കണ്ടുപിടിച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് എളുപ്പമാണ്. താരൻ കാരണം കൊണ്ട് മുടി കൊഴിയുമോ? താരൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഒട്ടുമിക്ക കേസസും ഇറ്റ് ഈസ് ജസ്റ്റ് ഡ്രൈ സ്കാൽപ്പ്. അതായത് സ്കിന്ന് ഡ്രൈ ആവുമ്പോൾ നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞു പൊളിഞ്ഞു പോകും, മൊരി ഉണ്ടാകും. അതേപോലെ തലയിൽ, ശിരോചർമ്മം, തലയിലെ സ്കിന്ന് ഡ്രൈ ആവുന്ന സമയത്ത് സ്കിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോരും. ആ പൊടിഞ്ഞു പോരുന്നതിനാണ് മിക്ക കേസസിലും താരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ഒരസുഖമല്ല. അതിനാകെ വേണ്ടത് നമ്മൾ ഇത്തിരി മോയ്സ്ചറൈസേഷൻ കൊടുക്കണം സ്കാൽപ്പിൽ. റെഗുലറായിട്ട് മേ ബി ആഴ്ചയിൽ 1-2 തവണ ലേശം എണ്ണ, കുറച്ച് വെളിച്ചെണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരം താരൻ കുറയും. ആ താരൻ കൊണ്ട് മുടി കൊഴിച്ചിൽ മിക്ക കേസസിലും ഉണ്ടാവില്ല. എന്നിരുന്നാലും അസുഖമായി വരുന്ന താരനുണ്ട്. പൊറ്റയായിട്ട് തലയിൽ വരാം, നല്ല കട്ടിയിൽ തലയിൽ ചെളുക്കയായിട്ട് സ്കിന്ന് പൊളിഞ്ഞു പോരാ, പുരികത്തിൽ വരാം, കൺപോളയിൽ വരാം, ശരീരത്തിൽ താരം വരാം. ഇത്തരം കേസസിൽ അത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാണ്ടിരുന്നാൽ ഒരു കാലയളവിന് ശേഷം മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മുടി കൊഴിച്ചിലിനെ കുറിച്ചോ താരനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.